ഹായ് ഹലോ, ഞാൻ സീനിന്. അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഞാൻ നേരെ പോണത് നമ്മുടെ പള്ളുരുത്തി വെളിയിലോട്ടാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. നമ്മുടെ വാലൻറ്റൈൻസ് ഡേ ആണല്ലോ വരുന്നത്. അപ്പോൾ ആദ്യമേ പോയിട്ട് എൻ്റെ ഫേവറേറ്റ് കഫേയിൽ നിന്ന് അവക്കാഡോ ഷേക്ക് കുടിച്ചു. എന്തായാലും അവിടെ പോകുമ്പോഴത്തേക്കും കുടിക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒറ്റയ്ക്ക് പോയിട്ട്, അതായത് സോളോ ഡേറ്റ് ആയിരുന്നു. അങ്ങനെ പോയി, ഞാൻ ഇടയ്ക്ക് അങ്ങനെ പോകാറുണ്ട്. എന്നിട്ട് പോയി അത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ സർപ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ നമ്മൾ ഇങ്ങനെ കിലോ കണക്കിന് ഡ്രസ്സൊക്കെ തൂക്കി വാങ്ങിക്കണം. അപ്പോൾ അവിടെ കയറി കുറച്ച് 2-3 ഡ്രസ്സ് എടുത്തു. വലിയ എമൗണ്ട് ഒന്നും ആവില്ല കേട്ടോ, ചെറിയ എമൗണ്ട് ആവുള്ളൂ. ത്രിഫ്റ്റിംഗ് എന്നും പറയും, ഫോറിനേഴ്സൊക്കെ ത്രിഫ്റ്റിംഗ് എന്നാണ് പറയാറ്. അതായത് ചിലപ്പോൾ യൂസ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ് ആയിരിക്കാം, അങ്ങനത്തെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ പോയിട്ട് ഇങ്ങനെ നോക്കി സംഭവം എടുക്കുക. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു 3 ഡ്രസ്സ് എടുത്തു. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ടോപ്പാണ് കേട്ടോ. എനിക്ക് വർക്കിനൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നിട്ട് ഇതിട്ടിട്ട് എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ലൈക്ക് ഒരു കൊറിയൻ ടൈപ്പ് ഒരു സാധനം പോലെ. കൈയൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ലേസിൻ്റെ ഡീറ്റെയിൽസ് വന്നേക്കണ കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കോളറിൻ്റെ അവിടെ ഇതിങ്ങനെ വൈഡായിട്ട് പോവാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു ടൈ പോലത്തെ സംഭവമുണ്ട്. അതിവിടെ ബട്ടൺസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ബട്ടൺസ് ഇട്ട് വെക്കാം. അടുത്ത ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഇത് കുറച്ച് എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. കളറും എനിക്ക് ഗ്രീൻ ഇല്ല, ഈ കളറിലെ ഗ്രീൻ. പക്ഷേ ഇത് കുറച്ച് എന്താ പറയുക, സിസ്കി ലുക്കാണ്. ഞാൻ പക്ഷേ ഇങ്ങനത്തെ ഒന്നും ഇടാറില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഉള്ളിൽ എന്തെങ്കിലും ഒരു ഫുൾ സ്ലീവിൻ്റെ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് ടീഷർട്ടോ എന്തെങ്കിലും ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ശരിയാക്കി എടുക്കാം. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു പാവാട പോലത്തെ ഒരു പാൻറ്റാണ് കേട്ടോ. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ മിക്കപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ ഇട്ട് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടും കംഫർട്ടല്ലായിരുന്നു. പക്ഷേ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വരണം എന്നാണ് എൻ്റെ ഈ ഒരു 2025 ഒരു ഇതെടുത്തേക്കണത് ഞാൻ. അപ്പോൾ എന്തായാലും ഞാൻ ആ ഡ്രസ്സ് വാങ്ങിച്ചു. അതൊന്ന് അയൺ ചെയ്യണം, വാഷ് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പോയിട്ട് കുറച്ചിങ്ങനെ സ്റ്റഡ്സ് വാങ്ങിച്ചു കേട്ടോ. എനിക്കിപ്പോൾ സ്റ്റഡ്സ് അത്യാവശ്യമാണ്. ആദ്യം ഒരു സിമ്പിൾ ഒരു സ്റ്റോൺ വന്നത്, പിന്നെ ഒരു ലവിൻ്റെ ഷേപ്പ്, അതേപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു ലവിൻ്റെ 2 ലവ് തന്നെ ഒരു ഇതും വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ സെൽഫ് കെയറിൽ ചെയ്തേക്കണത്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റൂട്ടീനൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും ഞാൻ ആഡ് ഓൺ ചെയ്തില്ല. പിന്നെ ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തു. ആകെ ഞാൻ ചെയ്ത ഒരു സ്കിൻ കെയർ അല്ല, സെൽഫ് കെയർ എന്ന് പറയാനായിട്ടുള്ളതാണെങ്കിൽ നെയിൽ പോളിഷ് കുറച്ച് ദിവസം റിമൂവ് ചെയ്തിട്ടു, കുറച്ചൊന്ന് ബ്രീത്ത് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ നെയിൽ പോളിഷ് ഇട്ടത്. സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാലും നമ്മൾ ഈ ഒരു ദിവസം എനിക്ക് വേണ്ടി സെൽഫായിട്ടുള്ളൊരു ലവ് എന്നുള്ള രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്കിൻ കെയറിൽ ഞാൻ ആകെ ചെയ്തത്, ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടി, കോഫി മാസ്ക്. നമ്മുടെ സാധാ കോഫി പൗഡർ എടുക്കുക, വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യുക, ഫേസിൽ അപ്ലൈ ചെയ്യുക. പണി കഴിഞ്ഞു. ടാൻ കംപ്ലീറ്റ്ലി റിമൂവ് ആവും. ചിലർക്ക് സ്പോട്ടി റിസൾട്ട് കിട്ടും, ചിലർക്ക് യൂസ് ചെയ്ത് വരുമ്പോഴേ റിസൾട്ട് കിട്ടുള്ളൂ. എനിക്കെന്തായാലും സ്പോട്ടിൽ ടാൻ റിമൂവ് ആവട്ടോ. നെറ്റിയുടെ അവിടെയൊക്കെ ഉള്ളതൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്മിത്തിൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല അതിൻ്റെ വലുത് നമുക്ക് വാങ്ങിക്കണമെന്ന്. അപ്പം അതിപ്പോഴും തീർന്നിട്ടില്ല. ചെറിയൊരു എമൗണ്ട് മതി, അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യാൻ പറ്റും, നല്ല ഗ്ലോ കിട്ടും. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് നമ്മുടെ നിവ്യയുടെ ബോഡി ലോഷനൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ നമ്മൾ. ഇപ്പം എൻ്റെ സ്കിൻ ഇത്തിരി ഡ്രൈയും കൂടിയാണ്. അപ്പം എന്തായാലും ഞാൻ മോയ്സ്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മുട്ടിൻ്റെ ഭാഗമൊക്കെ, മുട്ടുകാല് പിന്നെ കാലിൻ്റെ ഭാഗത്തൊക്കെ നല്ല മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ചെയ്യണം കേട്ടോ, മെൻസ് ആൻഡ് വുമൻസ് എല്ലാവരും ചെയ്യുക. നല്ല സ്മെല്ലുമാണ്, സ്റ്റാൻഡേർഡ് സ്മെല്ലാണ്. പിന്നെ ഞാൻ വന്നിട്ട് ജസ്റ്റ് ഹെർബിൻ്റെ ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടിൻറ്റഡ് ലിപ് ബാംസ് രാത്രിയിൽ യൂസ് ചെയ്യണത് അത്ര നല്ലതല്ല, എന്നാലും ഇത് കുറച്ച് ഹെർബൽ ആയത് കൊണ്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല പിങ്ക് ലിപ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ബെഡെല്ലാം സെറ്റ് ചെയ്തു, ഇനി ഉറങ്ങാൻ പോകണേണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.